തുടക്കം കാണുമ്പോൾ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ആണെങ്കിലും നിങ്ങൾ ഈ വീഡിയോൻ്റെ അവസാനം കാണാതെ നിൽക്കരുത്. ട്വിസ്റ്റ് ഉണ്ട് ഗൈസ്, ട്വിസ്റ്റ്. ഫസ്റ്റ് തന്നെ മോയ്സ്ചറൈസറിൽ തുടങ്ങി. അവീനോൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്യൽ. എൻ്റെ അച്ഛൻ്റെ നല്ല സെൻസിറ്റീവ് സ്കിന്നാണ്. അത്യാവശ്യം നല്ല പിമ്പിൾസും ആക്നീസ് സ്കാറും എല്ലാം ഉള്ള സ്കിന്നാണ്. അപ്പോൾ ഞാൻ കുറച്ച് കാലമായിട്ട് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത് മാറ്റി കളിച്ചിരുന്നു. അപ്പോഴാണ് എനിക്ക് ഈ ഒരു മോയ്സ്ചറൈസർ എൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്തത്. എനിക്ക് എൻ്റെ റിയ റെക്കമെൻഡ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ എൻ്റെ ഫ്രണ്ട് എനിക്ക് റെക്കമെൻഡ് ചെയ്തത്, നീ ഒന്ന് അവീനോൻ്റെ യൂസ് ചെയ്ത് നോക്ക്, ബെറ്റർ ആവും, ഓക്കേന്ന്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ന്യൂട്രിജിനോൻ്റെ സൺസ്ക്രീന്, പിന്നെ സെറമൈഡിൻ്റെ ഡോക്ടർ ഷത്തിൻ്റെ സൺസ്ക്രീൻ എല്ലാം യൂസ് ചെയ്തിരുന്നു. പക്ഷേ എനിക്കൊന്നും കൂടി ഈ ചൂടത്ത് ഈ സമ്മർ ടൈമിൽ ഒരു എന്താ പറയുക ഭയങ്കര ഓയിലി ആയിട്ട് തോന്നാത്ത ഒരു സൺസ്ക്രീനാണ് ഈ പ്യുർ ഒറിജിൻ്റെ കൊറിയൻ സൺസ്ക്രീൻ. സോ ഗുഡ്. കൊറിയക്കാരെ സ്കിന്നൊന്നും വരുന്നത് ഞാൻ പറയുന്നില്ല. എക്സ്ക്യൂസ് മീ, കാക്ക കിടന്ന് കരയുന്നുണ്ട്, സോറി, അതിൻ്റെ സൗണ്ടാണ്, നിങ്ങൾ ക്ഷമിക്കണം. അപ്പം ഈ സൺസ്ക്രീൻ എനിക്ക് യൂസ് ചെയ്തെടുത്തോളം ഓക്കെ ആണ്. പിന്നെ ഒരു ടാൻ റിമൂവൽ ആ സംഭവങ്ങളൊക്കെ കറക്റ്റ് കിട്ടുന്നുണ്ട്. യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് കറക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ 3 ഫിംഗർ റൂളിൽ തന്നെയാണ് ഞാൻ ചെയ്തത്. എനിക്ക് ചെറിയൊരു മടിയുള്ള കൂട്ടത്തിലാണ് 3 ഫിംഗർ റൂൾ ചെയ്യാൻ. പക്ഷേ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾ വിചാരിക്കും നല്ല ഉച്ചക്കാണ് പോകുന്നതെന്ന്. അല്ല, നല്ല നട്ടപ്പാതിര എന്നൊന്നും പറയാൻ പറ്റില്ല, അത് കുറച്ച് ഏറിപ്പോവും. ഒരു 7 മണി ഏറെ സമയത്താണ് പോകുന്നത്. അപ്പോൾ ഒരു ഫങ്ഷനാണ് പോകുന്നത്. വലിയ ഫങ്ഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ഒരു മാരേജ് കഴിഞ്ഞിട്ടുള്ള ഒരു പാർട്ടി പോലത്തെ ഫങ്ഷനാണ് പോകുന്നത്. നമ്മുടെ കോഴിക്കോട് സ്റ്റൈലിലൊക്കെ പറയാന്നുണ്ടെങ്കിൽ എന്താ പറയുക, ചെക്കൻ്റെ വീട്ടിലേക്ക് പെണ്ണിൻ്റെ വീട്ടുകാർ മൊത്തം പോകുന്ന ഒരു സിസ്റ്റം ഉണ്ട്. സൽക്കാരം പോലെ ആയിട്ട് അടിപൊളി ഫുഡൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് പോകുന്നത്. സോ ഒട്ടും കുറയ്ക്കേണ്ട വിചാരിച്ച് ഒരു BB ക്രീം, പ്യുർ ഒറിജിൻ തന്നെ BB ക്രീം കുറച്ച് മാത്രം തേച്ചു. നിങ്ങൾ വിചാരിക്കും ബ്ലെൻഡർ യൂസ് ചെയ്തൂടെ, ബ്രഷ് യൂസ് ചെയ്തൂടെ. യെസ് ഗായ്സ്, എൻ്റെ എല്ലാം ഉണ്ട്. ബട്ട് എനിക്ക് ഈ കൈ കൊണ്ട് ഇങ്ങനെ തോണ്ടുമ്പോഴൊരു സുഖം ഉണ്ടല്ലോ, അതെന്തായാലും കിട്ടില്ല. അത് കുറച്ച് പണിയല്ലേ, ബ്ലെൻഡർ യൂസ് ചെയ്ത് ബ്രഷ് യൂസ് ചെയ്തൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ എന്താക്കും, ഇങ്ങനെ എൻ്റെ കൈ കൊണ്ട് തന്നെ നല്ലോണം ചെയ്ത് അത് സെറ്റാക്കി എടുക്കും. അപ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷനാണ്. പിന്നെ അതുമല്ല, കുറച്ച് സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് പലതും യൂസ് ചെയ്യുമ്പോൾ, പല ക്രീമുകൾ യൂസ് ചെയ്യുമ്പോൾ നല്ല പണി കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ നല്ല കുറവാണ്. പുറത്ത് പോകുമ്പോൾ സത്യം പറഞ്ഞ ബേസിക് ആയിട്ടുള്ള ഫേസ് വാഷ് മോയ്സ്ചറൈസർ സൺസ്ക്രീൻ, കൂടിപ്പോയ ഒരു ഐലൈനർ, പിന്നെ ഒരു ലിപ് ഗ്ലോസ്, അത് മാത്രമാണ് ഇടാറ്. അതിൽ കൂടുതലൊന്നും ഞാൻ ഇടാൻ നിൽക്കാറില്ല. ഇതിപ്പോൾ ചെറിയൊരു ഫങ്ഷൻ ആയതുകൊണ്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ എപ്പോഴും ചെയ്യാത്ത എൻ്റെ 4 1 രോമം, എൻ്റെ ഐബ്രോ, പുരികം എന്നൊക്കെ പറയും അല്ലേ, എനിക്ക് വളരെ കുറവാണ് എൻ്റെ പുരികം. അപ്പോൾ ഞാൻ ഉള്ളതൊന്ന് കളർ വെപ്പിക്കുക, അതിനൊന്ന് ആ ലൈറ്റിൽ നിന്നും ഒരു ചെറിയ ഡാർക്കർ ലൈറ്റിലേക്ക് എത്തിക്കുക, അത്രയേ ഉള്ളൂ എൻ്റെത്. ഞാൻ ഇട്ട് വരുമ്പോൾ ഒരു ദിഗംബരൻ ലുക്കാണ്. വളരെ കുറച്ചാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ എന്നാലും ഒരു എന്തിനാ ഈ തൊള്ള തുറക്കുന്നത്, ഓ മൈ ഗോഡ്, ഞാൻ എന്തൊക്കെ ഗോഷ്ടികളായി ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണോ ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് കൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് മനസ്സിലായത്. എന്തൊക്കെ കോപ്രായങ്ങൾ. ദിസ് ഈസ് മൈ എൻ്റർടൈൻമെൻറ്റ്, അത്രയേ ഉള്ളൂ. അങ്ങനെ അതൊന്ന് സെറ്റാക്കി നിങ്ങൾ കാണുമ്പോഴേക്കും ഇത് അതിന് മാത്രമൊന്നുമില്ല, പക്ഷേ ഓവറോൾ ലുക്ക് വരുമ്പോൾ ഓക്കെയാണ്. പിന്നെ ഐ ഷാഡോ പാലറ്റിലെടുത്തൊരു ന്യൂഡ് ഷെയ്ഡ്, അത് മാത്രം. ബാക്കിയൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. കുറച്ച് കണ്ട് നിങ്ങൾ അവസ്ഥ എൻ്റെ മനസ്സിലാക്കണം. ഇങ്ങനത്തെ ഒരു ഐ ഷാഡോ പാലറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇത് മാത്രമല്ല കേട്ടോ, നല്ല ഗ്ലിറ്ററിൻ്റെ എൻ്റെ കയ്യിൽ വേറെ ഉണ്ട്. അപ്പം അതിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഒരു ചെറിയ ന്യൂഡ് ഷെയ്ഡ് എടുത്ത് അതിലെടുത്ത് അങ്ങോട്ട് തേച്ച് പരത്തുക, അപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, റൈറ്റ്? അങ്ങനെ നോക്കിയിരിക്കന്നെ. ഇനിയിപ്പോൾ ഞാൻ എന്താ പറയാൻ, എനിക്കൊന്നും അങ്ങോട്ട് പറയാൻ കിട്ടുന്നില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് വോയിസ് ഓവർ ചെയ്യണം എന്നുള്ളതിലുപരി ഞാൻ വിചാരിച്ചത് എനിക്ക് ഈ വീഡിയോൻ്റെ ഒപ്പരം തന്നെ പറയണമെന്നാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ എനിക്ക് പറയാൻ പറ്റിയില്ല. എനിക്കൊന്ന് വീഡിയോ നോക്കുമ്പോൾ എൻ്റെ കണ്ണ് അങ്ങോട്ട് പോവുക, എൻ്റെ സംസാരം ഇങ്ങോട്ട് പോവുക. നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ടിരിക്കില്ല. ഇങ്ങനെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ആദ്യമായിട്ടാണേ, അതുകൊണ്ടാണ്. ഒരു ഐലൈനർ എന്നത്തെയും പോലെ തന്നെ ഡാസ്ലർ ഒരു ഐലൈനർ ഞങ്ങളങ്ങോട്ട് പുരോഗമിച്ചില്ല. എനിക്കിതാണ് ഓക്കെ. സത്യം പറഞ്ഞാൽ ഇതേ എനിക്ക് ഇടാൻ കുറച്ചെങ്കിലും അറിയുള്ളൂ. അത്ര അങ്ങോട്ട് ഞാൻ
ഒരു ഐലൈനർ ഫാൻ അല്ല. കൺമഷീന് എപ്പോഴെങ്കിലും ഇടാറുള്ളൂ. കൺമഷീൻ തീരെ ഇടാറില്ല. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഐലൈനർ ഇട്ടാലിട്ട് എനിക്കൊന്ന് സെറ്റാക്കി വരണം. എനിക്ക് വീഡിയോസൊക്കെ എടുക്കാനുള്ളതല്ലേ. അപ്പോൾ ഞാനൊന്ന് സെറ്റാക്കി എടുത്ത് വരും. സോ 2 ഭാഗവും ഒരുപോലെ ആയോ എന്നുള്ള പ്രതീക്ഷയിൽ, റെഡി ആയോ കുളമായോ എന്നുള്ള പ്രതീക്ഷയിൽ ഞാനിങ്ങോട്ട് നോക്കണം. പിന്നെ ബാക്കിൽ എടുക്കുക ഒരാൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ എന്നറിയില്ല. അപ്പം ആളെ വീഡിയോയിൽ പെടാണ്ട് നോക്കണം ആൾ പ്രത്യേകിച്ച് പറയണേ. ഞാൻ മാക്സിമം അതിനനുസരിച്ച് നോക്കുന്നുണ്ട്, പക്ഷെ ഇടയ്ക്ക് വന്ന് കയറി പോകുന്നതാണ്. പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലഷാണ് യൂസ് ചെയ്യേണ്ടത് എനിക്കറിയാം. ഇത് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പറയും. പക്ഷെ എനിക്ക് ഈ ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഫേവറേറ്റാണ്. അതായത് സ്കിൻ ടോൺ ഒന്ന് എൻഹാൻസ് ചെയ്യുന്ന പോലെ എനിക്ക് എപ്പോഴും തോന്നും. വളരെ കുറച്ച് മാത്രമേ എടുക്കാറ്. എൻ്റെ ഫ്രണ്ട്സ് പോലും പറയാറുണ്ട്, നീ ബ്ലഷ് അല്ലാണ്ട് വേറൊന്നും ഇനി യൂസ് ചെയ്യല്ലേ, ഇത് പറ്റില്ല, ഇത് ടിന്നെ ലിഡൊക്കെ ഉള്ള സംഭവങ്ങളൊക്കെയാണ്. പക്ഷേ എന്താ ചെയ്യുക, ഇത് യൂസ് ചെയ്യുമ്പോൾ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ. പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് വേറെ സ്കിൻ പ്രോബ്ലം ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. പക്ഷെ എന്തായാലും ഞാൻ ബ്ലഷിലേക്ക് മാറുന്നുണ്ട്. ഈ ഒരു ബോട്ടിൽ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ബ്ലഷിലേക്ക് മാറുന്നുണ്ട്. പിന്നെ ലിപ്സ്റ്റിക്ക് സെൻസേഷണൽ, ഞാൻ ലിപ്സ്റ്റിക്ക് ഒരു 4 എണ്ണം മാറ്റി യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് സെൻസേഷണലിൻ്റെ ആണ്. പിന്നെ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന മുന്നേ എൻ്റെ ലിപ്പ് കുറച്ചൊരു ലൈൻസൊക്കെ ഉണ്ട്, കുറച്ച് ചാപ്ഡ് ലിപ്സ് പോലത്തെ ലിപ്സാണ്. അപ്പോൾ ഇപ്പോൾ ഒന്ന് സെറ്റായി വരുന്നുള്ളൂ. അപ്പോൾ നല്ലൊരു ലിപ് ബാം, ദേഗൻ്റെ ലിപ് ബാം, ഓർഗാനിക് ലിപ് ബാമാണ് ഞാൻ യൂസ് ചെയ്യാറ്. അത് യൂസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട്. ഒരു പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല, ഞാൻ അതിലേറെ അങ്ങോട്ട് എത്തിയിട്ടുമില്ല, അത് വേറെ കാര്യം. പക്ഷേ എനിക്ക് ഓക്കെ ആയിട്ടുള്ളതാണ്. ഞാൻ കുറച്ച് സെബാമെഡിൻ്റെത് യൂസ് ചെയ്തിട്ടുണ്ടോ, കളറൊന്നും ഇല്ലാത്തത്, ടിൻറ്റഡ് അല്ലാത്തത്. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഒരു 5-8 മാസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ദേഗൻ്റെ ലിപ് ബാമാണ്. ഐ എം ആബ്സല്യൂട്ട്ലി ഫൈൻ ഫോർ ദാറ്റ്, ബിക്കോസ് അത് അടിപൊളിയായിട്ട് എനിക്ക് വർക്ക് ചെയ്തിരിക്കണ്. പിന്നെ ഒരു മാൾസിൻ്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും പിന്നെ സെൻസേഷണലിൻ്റെ ലിപ്സ്റ്റിക്കും കൂടിയാണ് ഞാനിത് മിക്സ് ചെയ്ത് ഇടാൻ പോകുന്നത്. ഓക്കെയാണ്. ഞാൻ ഇതങ്ങനെ യൂസ് ചെയ്യല്ലേ, പക്ഷേ ഇന്നെന്തോ എനിക്ക് ട്രൈ ചെയ്ത് നോക്കാമെന്നുള്ളതിലാണ്. ഞാൻ ഇടയ്ക്ക് അധികം ഞാൻ യൂസ് ചെയ്യല് നൈക്കൻ്റെ ചായ് മദ്രാസ് കാപ്പി, ആ ഒരു കോംബോയിൽ വരുന്നതാണ്. ഒരു ന്യൂഡ് ഷെയ്ഡ് ബ്രൗണിൽ വരുന്നത്. ബാക്കിലുള്ള ആൾ നിങ്ങൾ അങ്ങോട്ട് ശ്രദ്ധിക്കാണ്ട് നിൽക്കുക, അതേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സംഭവം നിങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് പോകാണ്ടിരിക്കുക. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കും. ഞാനല്ലേ ഈ വീഡിയോ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കും. നിങ്ങൾ എന്നെങ്കിലും ഇന്ന് ശ്രദ്ധിക്കണം. എൻ്റെ വീഡിയോ നിങ്ങളൊന്ന് അടിപൊളിയാക്കി തരണം. എൻ്റെ വ്യൂവേഴ്സ് നിങ്ങളല്ലേ. സോ ഉള്ളതെല്ലാം കെട്ടിപ്പൂട്ടി ഇട്ടച്ച് ഞാൻ അങ്ങോട്ട് ഉള്ള വേർപ്പിന് അങ്ങോട്ട് പോക്കാം. ഏസിട്ട് തണുപ്പിച്ച് വെച്ചതാ. പക്ഷേ മുഖത്തൊരു സ്കിൻ കെയർ ചെയ്താൽ വിയർപ്പ് നിർബന്ധമാണല്ലോ, അതും ഈ ക്ലൈമറ്റിൽ. ഡ്രസ്സൊക്കെ ചെയ്തു. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചുരിദാറാണ്. കുറച്ച് ലൂസായിപ്പോയി, ഒരു ലൂസ് ഫിറ്റിലായിപ്പോയി ഇത് അടിച്ചത്. ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ പുറത്തിറങ്ങിയപ്പോൾ മഴ, കാറെടുക്കാൻ വിട്ടുപോയി. 2 വീലറിലാണ് പോയത്. പെട്ടു ഗൈസ്. ഒരു 3/4 മണിക്കൂറോളം മനസ്സ് നിറഞ്ഞു, തൃപ്തിയായി.